ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ aims £350 million deal with the UK to buy missiles. Second, India's mental health crisis, the cries and scars. Retrospective age limits under surrogacy law violate reproductive autonomy, Supreme Court. India to launch Red List survey to access extinction risk to plants and animals. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ത്യ aims £350 million ഡീൽ വിത്ത് UK ടു ബൈ മിസൈൽസ്. ഈ ന്യൂസിൽ പറയുന്നത് എന്തായിരുന്നു? അതായത് UK പ്രൈം മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു വിസിറ്റിൽ രണ്ട് കൺട്രീസും എന്താണ് ഒരു സീരീസ് ഓഫ് എഗ്രിമെന്റിൽ സൈൻ ചെയ്യുകയാണ്. അതായത് ഒരു സീരീസ് ഓഫ് മേജർ ഡിഫൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ്സിൽ സൈൻ ചെയ്യുകയാണ്. ഇതെന്താണ് മാർക്ക് ചെയ്യുന്നത്? എ സിഗ്നിഫിക്കന്റ് ഡീപ്പനിങ് ഓഫ് ബൈലാറ്ററൽ സ്ട്രാറ്റജിക് ആൻഡ് എക്കണോമിക് റിലേഷൻ ആണ് ഈ ഒരു എഗ്രിമെന്റ് വഴി എന്താണ് മാർക്ക് ചെയ്യുന്നത്. ഈ എഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡിഫൻസ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് £350 million മിസൈൽ ഡീലാണ് ഇവിടെ എഗ്രിമെന്റ് ചെയ്തേക്കുന്നത്. ഇന്ത്യ സൈൻ ചെയ്തേക്കുന്നത് ഈ ഒരു £350 million ഡിഫൻസ് എഗ്രിമെന്റിലാണ് UK ആയിട്ട്. അതായത് ലൈറ്റ് വെയിറ്റ് മൾട്ടി റോൾ മിസൈൽസ് ആണ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ സൈൻ ചെയ്തേക്കുന്നത്. അതുപോലെ ഈ ഒരു മിസൈൽ മാനുഫാക്ചർ ചെയ്തേക്കുന്നത് UK ബെൽഫാസ്റ്റിലാണ്. അതുപോലെ ഈ ഒരു ഡീൽ എന്ന് പറയുന്നത് എന്താണ് ബ്രോഡർ കോംപ്ലക്സ് വെപ്പൺ പാർട്ട്ണർഷിപ്പിന്റെ ഒരു പാർട്ട് കൂടിയാണ്. അപ്പൊ എന്താണ് അതായത് ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കറന്റ് നെഗോഷിയേഷൻ ചെയ്യുവാണ് രണ്ട് ഗവൺമെന്റ്സും. ഇതിന്റെ ഒരു പാർട്ട് കൂടിയാണ് ഈ എഗ്രിമെന്റ്സ് എന്ന് പറയുന്നത്, ഈ ഒരു ഡീൽ എന്ന് പറയുന്നത്. അതുപോലെ ദ എഗ്രിമെന്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബൂസ്റ്റ് UK's ഡിഫൻസ് ഇൻഡസ്ട്രിയും അതുപോലെ എൻഹാൻസ് ഇന്ത്യസ് പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റീസ്. നേവൽ കൊളാബറേഷൻ ഓൺ ഇലക്ട്രോണിക് പ്രൊപ്പൽഷൻ നോക്കുകയാണെങ്കിൽ ബോത്ത് കൺട്രീസും സൈൻ ചെയ്തിട്ടുണ്ട്. എന്തിലാണ്? ഇംപ്ലിമെന്റിംഗ് എഗ്രിമെന്റ് ടു അഡ്വാൻസ് കോർപ്പറേഷൻ ഓൺ ഇലക്ട്രിക് പവേർഡ് എഞ്ചിൻസ് ഫോർ നേവൽ ഷിപ്സിന് വേണ്ടിയിട്ടുള്ളത്. അത് ഏകദേശം £250 million വാല്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇനിഷ്യൽ ഫേസിലാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. ദിസ് പ്രോജക്ട് ഈസ് എ പാർട്ട് ഓഫ് എഫേർട്സ് ടു ഡെവലപ്പ് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ഡിഫൻസ് ടെക്നോളജീസ്. അതുപോലെ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്ന എന്താണ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കൊളാബറേഷനും അത് അണ്ടർ ഇന്ത്യ UK 2030 റോഡ് മാപ്പ്. എക്കണോമിക് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എൻഗേജ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ UK നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? 64 ഇന്ത്യൻ കമ്പനീസ് ആണ് ഏകദേശം £1.3 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 15,430 കോടി രൂപയാണ് ഈ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് UK ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് 7,000 പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെ എന്താണ് മേജർ അനൗൺസ്മെന്റ് ഇപ്പം TVS മോട്ടോഴ്സ് ഈ പറഞ്ഞ പോലെ EV ഡെവലപ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നോട്ടർ മോട്ടോർ സൈക്കിൾസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുത്തൂറ്റ് ഫിനാൻസ്, ഹീറോ മോട്ടോഴ്സ്, മൊബിലിറ്റി, ബൈസൈക്കിൾ, എയറോസ്പേസ് ഇതിലൊക്കെ വേണ്ടിയിട്ട് ഓരോ ഇൻഡസ്ട്രീസും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് UK. അതുപോലെ തന്നെ UKയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് ഇതുപോലെ ഒരു പാരലൽ ആയിട്ടുള്ള ഡേറ്റ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും റോൾസ് റോയ്സിന്റെ CEO പറയുന്നത് എന്താണ്? ഇന്ത്യ ഒരു റോൾസ് റോയ്സിന്റെ ഒരു ഹോം ആക്കി മാറ്റണം എന്നാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് എന്താണ് ഫ്യൂച്ചർ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനും കൂടെ ചേർത്തിട്ട്. എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് പാർട്ട്ണർഷിപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ലാങ്കാസ്റ്റർ, യൂണിവേഴ്സിറ്റി ഓഫ് സറേ എന്താണ് അപ്രൂവ് ചെയ്തേക്കാണ് ഇന്ത്യയിൽ എന്താണ് ക്യാമ്പസുകൾ ഓപ്പൺ ചെയ്യാമെന്നും. അതുപോലെ ഇന്ത്യയുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നോക്കുകയാണെങ്കിൽ എന്താണ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാമെന്ന് ഉള്ളൊരു പ്രൊവിഷനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എയിംസ് ടു എന്താണ് എക്സ്പാൻഡ് ഹയർ എഡ്യൂക്കേഷൻ കപ്പാസിറ്റി ആൻഡ് ഫോസ്റ്റർ അക്കാഡമിക് കൊളാബറേഷൻ ബിറ്റ്വീൻ ടു കൺട്രീസ്. സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്ത് സ്ട്രെങ്തൻ ചെയ്യാനാണ്? ഇന്ത്യ UK കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും അതുപോലെ റോഡ് മാപ്പ് 2030 ഗോൾസും. റീഇൻഫോഴ്സസ് എന്ത് ഡിഫൻസ് ഇൻഡിജിനൈസേഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ, ജോയിന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ്. എക്സ്പാൻഡ് ചെയ്യാണ് എക്കണോമിക് ഇന്റഗ്രേഷനും ഇൻഡസ്ട്രിയൽ ലിങ്ക്സും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുക. അലയൻസ് വിത്ത് ഇന്ത്യസ് ആത്മനിർഭർ ഭാരത് ആൻഡ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്സ്. ബൂസ്റ്റ് ഇന്ത്യസ് ഗ്ലോബൽ സ്റ്റാൻഡിംഗ് ആസ് എ ഡിഫൻസ് ആൻഡ് ടെക് കോ ഡെവലപ്മെന്റ് ഹബ്ബ്. ഈ ന്യൂസ് GS പേപ്പർ 2 3 ആണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഭാഗങ്ങളൊക്കെ നോക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യസ് മെന്റൽ ഹെൽത്ത് ക്രൈസിസ്, ദ ക്രൈസ് ആൻഡ് സ്കാർസ്. ഈ ന്യൂസിൽ ഇന്ത്യയിലെ റീസെന്റ് ആയിട്ടുള്ള സൂയിസൈഡ് ഇൻസിഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. റീസെന്റ് ആയിട്ട് ഉത്തർപ്രദേശിൽ ഒരു യങ് കപ്പിൾസ് സൂയിസൈഡ് ചെയ്തു. അതുപോലെ രാജസ്ഥാനിൽ സ്റ്റുഡന്റ് സൂയിസൈഡ് ചെയ്തു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? നാഷണൽ മെന്റൽ ഹെൽത്ത് ക്രൈസിസ്. ഇതിൽ നമുക്ക് എന്താ ഷാർപ്പായിട്ടൊരു ഫോക്കസ് വേണമെന്നാണ് പറയുന്നത്. നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ.
These are not isolated cases but symptoms of a systematic issue spanning villages, cities, classrooms, workplaces and homes. ഈ സൂയിസൈഡുമായി ബന്ധപ്പെട്ട ഡേറ്റ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ എന്താണ് ടോട്ടൽ സൂയിസൈഡ് എന്ന് പറയുന്നത് 1,71,418 സൂയിസൈഡ് വന്നേക്കുന്നത്. അതുപോലെ സൂയിസൈഡ് റേറ്റ് ഫെൽ മാർജിനലി ബൈ 0.8%. അതുപോലെ സൂയിസൈഡ് റേറ്റ് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ, സിക്കിം, കേരള, ഇവിടൊക്കെയാണ് ഹയസ്റ്റ് റേറ്റ്. തൊട്ട് താഴെ എന്താണ്? മഹാരാഷ്ട്ര, തമിഴ്നാട്, മധ്യപ്രദേശ്, കർണാടക ആൻഡ് വെസ്റ്റ് ബംഗാൾ ഒക്കെയാണ്. 40% ഇവിടുത്തെ ടോട്ടൽ ഡെത്ത് വരുന്നത്. ഡെമോഗ്രാഫിക് ഡെത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? പുരുഷന്മാർ എങ്ങനെയാണ്? 72.8% ആണ് വിക്ടിം ആയിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് അവരുടെ സൂയിസൈഡ് റേറ്റ്. ഫാമിലി പ്രോബ്ലംസ് കാരണം 31.9%, അസുഖങ്ങൾ കാരണം 19%, സബ്സ്റ്റാൻസ് അബ്യൂസ് കാരണം എന്താണ് 7%, റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഇഷ്യൂസ് കാരണം ഏകദേശം 10% ആണ് എന്ത് ഇങ്ങനെ സൂയിസൈഡ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും. അർബൻ വിസസ് റൂറൽ നോക്കുകയാണെങ്കിൽ സിറ്റീസ് റെക്കോർഡഡ് ഹയർ സൂയിസൈഡ് റേറ്റ്സ് ലിങ്ക്ഡ് ടു അർബൻ പ്രഷേഴ്സ് ആൻഡ് ഐസൊലേഷൻ. അഗ്രേറിയൻ ഡിസ്ട്രസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഫാർമർ സൂയിസൈഡ് 2030 നോക്കുമ്പോൾ 10,786 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മോസ്റ്റ്ലി മഹാരാഷ്ട്രയിലും കർണാടകയിൽ നിന്നിട്ടാണ്. 2014 മുതൽ എന്താണ് ഏകദേശം 1 ലക്ഷം ഫാമേഴ്സ് ആണ് എന്താ സൂയിസൈഡ് ചെയ്തേക്കുന്നത്. 95 മുതൽ 2015 വരെയുള്ളത് നോക്കുകയാണെങ്കിൽ ഏകദേശം 2.96 ലാക്ക് സൂയിസൈഡ്സ് ആണ് ഡെപ്റ്റ് വഴി അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയർ, മാർക്കറ്റ് ഷോക്സ് ഒക്കെ കാരണം സൂയിസൈഡിലേക്ക് പോയിട്ടുള്ളത്. പോളിസി ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ എന്താണ്? മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ഇൻ റൂറൽ ഓർ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ് റിമെയിൻ സിവിയർലി ഇന്നാഡിക്വേറ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇന്ത്യസ് മെന്റൽ ഹെൽത്ത് ബർഡൻ നോക്കുകയാണെങ്കിൽ എന്താണ്? 230 മില്യൺ ഇന്ത്യൻസ് ആണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫോം ഓഫ് മെന്റൽ ഡിസോർഡറിലൂടെ ജീവിക്കുന്നത്. ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ 70 to 92% ആളുകൾക്കും എന്താണ് ഒരു ഫോമൽ ആയിട്ടുള്ള കെയർ ഒന്നും കിട്ടുന്നില്ല. അതുപോലെ ലൈഫ് ടൈം പ്രിവലൻസ് നോക്കുകയാണെങ്കിൽ 10.6% ആണ്. WHO സൂയിസൈഡ് റേറ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ 16.3 ഡെത്ത് പെർ 1 lakh പീപ്പിൾ. അതുപോലെ സൂയിസൈഡിങ് ലീഡിങ് കേസസ് ഓഫ് ഡെത്ത് നോക്കുകയാണെങ്കിൽ യങ് ഏജ്ഡ് വരുന്നത് 15 മുതൽ 29 വയസ്സിനിടയിലുള്ളവർക്കാണ്. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ എ ഡിസ്പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഗ്ലോബൽ ഫീമെയിൽ സൂയിസൈഡ് ഡെത്ത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്യാപ്സ് ഇൻ മെന്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ഷോർട്ടേജ് ഇതൊരു കാരണമാണ്. അതായത് നോക്കുക, only 0.75% സൈക്കാട്രിസ്റ്റ് ആണ് 1 ലക്ഷം ആളുകൾക്ക് അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ 1 ലക്ഷം പോപ്പുലേഷന് 0.75% ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിനിമം 0.1% എങ്കിലും വേണം. ഐഡിയൽ ആയിട്ട് വേണ്ടത് 3 ആണ്. സിമിലർ ഷോർട്ടേജ് ഓഫ് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിക് നേഴ്സസ്, സോഷ്യൽ വർക്കേഴ്സിലൊക്കെ എന്താണ് ഈ പറഞ്ഞ ഷോർട്ടേജുകളുണ്ട്. സ്കൂൾ ആൻഡ് കോളേജ് കൗൺസിലിംഗ് നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു പാർട്ട് ടൈം കൗൺസിലർ 1000 സ്റ്റുഡൻസിന് വേണം എന്നാണ് കണക്ക് വരുന്നത്. അത് പോളിസി ഓൺ പേപ്പർ നോക്കുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 ഡീക്രിമിനലൈസ്ഡ് സൂയിസൈഡ് ആൻഡ് ഗ്യാരണ്ടീഡ് കെയർ. നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി 2022 നോക്കുകയാണെങ്കിൽ എന്താ എയിംഡ് ടു കട്ട് സൂയിസൈഡ് ബൈ 10%. മനോദർപ്പൺ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫോർ സ്കൂൾ ബേസ്ഡ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ആണ്. അത് ഇംപ്ലിമെന്റേഷൻ ഫെയിലിയർ നോക്കുകയാണെങ്കിൽ സ്റ്റാഫിംഗ് ഗ്യാപ്സ്, പുവർ മോണിറ്ററിംഗ് ആൻഡ് അണ്ടർ യൂട്ടിലൈസ്ഡ് ഫണ്ട്സ് 250 crore ലാർജ്ലി അൺസ്പെൻഡ്. ദ റോൾ ഓഫ് ടെക്നോളജി ആൻഡ് AI ഇതിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ഇന്ത്യൻസ് ആർ ടേണിംഗ് ടു AI ടൂൾസ്. എക്സാമ്പിൾ എന്താണ്? ഈ ChatGPT ബേസ്ഡ് ചാറ്റ്സ് കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇൻഡിവിജ്വൽസ് പോയേക്കുന്നത്. അതുപോലെ ഫോർ ഇമോഷണൽ സപ്പോർട്ട് ഡ്യൂ ടു ലോൺലെസ് ആൻഡ് ലാക്ക് ഓഫ് ആക്സസ്. റിസ്ക് എന്താന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, അതുപോലെ ക്രൈസിസ് റെസ്പോൺസ്, അതുപോലെ പ്രൊഫഷണൽ വാലിഡേഷൻ ഒന്നും ഇവിടെ കിട്ടുന്നില്ല. ജസ്റ്റ് ChatGPT ആയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. റെഗുലേഷൻ നീഡഡ് എന്തൊക്കെയാണ്? മാൻഡേറ്റ് പ്രൈവസി ഡിസ്ക്ലോഷേഴ്സ്, ഡിസ്ക്ലെയിമേഴ്സ് ആൻഡ് ക്രൈസിസ് റെസ്പോൺസ് ഇന്റഗ്രേഷൻ. അതുപോലെ എംബഡ് AI പ്ലാറ്റ്ഫോംസ് within ethical and legal frameworks, not as a replacement for human care. Way forward ആയിട്ട് നോക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ്, മെന്റൽ ഹെൽത്ത് ആൻഡ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ക്രോസ് മിനിസ്റ്റീരിയൽ ടാസ്ക് ഫോഴ്സ്, അതായത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രീസ് വിത്ത് ക്ലിയർ അക്കൗണ്ടബിലിറ്റി. വർക്ക് ഫോഴ്സ് ഗോൾ നോക്കുകയാണെങ്കിൽ എന്താ? അറ്റ്ലീസ്റ്റ് 3 to 5 മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് പെർ 1 lakh പോപ്പുലേഷനിൽ വിത്തിൻ 5 years.
ഇൻസ്റ്റിറ്റ്യൂഷണൽ കൗൺസിലിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ എന്താണ്, ഫുൾ ടൈം കൗൺസിലേഴ്സ് അറ്റ് സ്കൂൾസ്, കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആൻഡ് റൂറൽ ബ്ലോക്സ്, ഫണ്ടഡ് ഡയറക്ട്ലി ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബഡ്ജറ്റ്. അതുപോലെ ടാർഗറ്റഡ് ഔട്ട്റീച്ച് നോക്കുകയാണെങ്കിൽ ഫാമേഴ്സ് കമ്പൈൻ കൗൺസിലിംഗ് വിത്ത് ഡെപ്റ്റ് റിലീഫ് ആൻഡ് ലൈവ്ലിഹുഡ് സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ ഹോം മേക്കേഴ്സിന് എന്താണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് തെറാപ്പി ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് സപ്പോർട്ട് നെറ്റ്വർക്ക്സ്. സ്റ്റുഡൻസിനും യൂത്തിനും നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രിവെന്റീവ് ആൻഡ് കണ്ടിന്യൂസ് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ കോച്ചിങ് ഹബ്സ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പരറ്റീവ്സ് നോക്കുകയാണെങ്കിൽ അൺട്രീറ്റഡ് മെന്റൽ ഇൽനെസ് കുഡ് കോസ്റ്റ് ഇന്ത്യ ഓവർ $1 trillion by 2030, $1 trillion by 2030. അതുപോലെ എംപ്ലോയേഴ്സ് ലോസ്റ്റ് 1.1 lakh crore ആനുവലി ഡ്യൂ ടു എന്താണ്, ആബ്സെന്റീസ്, ആട്രീഷൻ ആൻഡ് ബേൺ ഔട്ട് ഒക്കെ കാരണം. അതുപോലെ ദ മെന്റൽ ഹെൽത്ത് ക്രൈസിസ് ത്രെട്ടൻസ് നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ആൾസോ എന്താണ്, ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെ അതുപോലെ എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും കൂടാണ് ഇത് ക്രൈസിസിലാക്കുന്നത്. ഈ ന്യൂസ് എസ് പേപ്പർ 2-ലും 3-ലും ആണ് വരുന്നത്. ഈ ഭാഗങ്ങളിലാണ് നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. റെട്രോസ്പെക്റ്റീവ് ഏജ് ലിമിറ്റ്സ് അണ്ടർ സറോഗസി ലോ വയലേറ്റ് റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി, സുപ്രീം കോടതി. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ, സറോഗസി റെഗുലേഷൻ ആക്ട് 2021 ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ന്യൂസ്. അതായത് 2022 ജനുവരി 25 മുമ്പ് ഫ്രോസൺ എംബ്രിയോസ് ഓൾറെഡി നൽകിയിട്ടുള്ളവർക്ക് എന്താണ്, ഈ ഒരു റെഗുലേഷൻ വഴി ഏജ് ലിമിറ്റ് ഇതിൽ വരില്ല, അവർക്ക് പ്രശ്നമുണ്ടാകില്ല ഓൾറെഡി നൽകിയവർക്ക് എന്നാണ് സുപ്രീം കോടതി ഇവിടെ പറയുന്നത്. നമുക്ക് ഈ ന്യൂസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ദ സറോഗസി റെഗുലേഷൻ ആക്ട് 2021 ഇതെന്താണ്, ജനുവരി 25, 2022 ഇത് കെയിം ഇൻ ടു ഫോഴ്സിൽ വന്നത്. ഇതിന്റെ എയിം എന്താണ്, റെഗുലേറ്റ് സറോഗസി പ്രാക്ടീസ് റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ എന്താണ്, പ്രിവെന്റ് കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ എയിം. അലോസ് ഓൺലി ആൾട്രോയിസ്റ്റിക് സറോഗസി. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, അതായത് വേറെ എക്സ്ട്രാ മണിയോ കാര്യങ്ങളോ ഒന്നും വാങ്ങാൻ പാടില്ല, ഒള്ളി ഹെൽത്ത് അല്ലെങ്കിൽ ഹെൽത്ത് മെഡിക്കൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണമിടപാടുകളെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കീ എലിജിബിലിറ്റി കണ്ടീഷൻ ഫോർ ഇന്റൻഡിങ് കപ്പിൾസ്. ഏജ് ലിമിറ്റ് വരുന്നത് സ്ത്രീകൾക്കാണുമ്പോൾ 23 മുതൽ 50 വയസ്സ് വരെയും പുരുഷന്മാർക്കാണെങ്കിൽ 26 മുതൽ 55 വയസ്സ് വരെയാണ് വരുന്നത്. അതുപോലെ എന്താണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അതുപോലെ മാരീഡ് ആയിരിക്കണം, ചൈൽഡ്ലെസ് ആയിരിക്കണം. അതുപോലെ അതിൽ തന്നെ ചില എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സറോഗസി മസ്റ്റ് ബി മെഡിക്കലി ഇൻഡിക്കേറ്റഡ് ആയിരിക്കണം, അതായത് ഇൻഫെർട്ടിലിറ്റിയും ഹെൽത്ത് റിസ്ക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കണം ഇത് ചെയ്യാനായിട്ട്. ദ കേസ് ആൻഡ് ദ സുപ്രീം കോടതി ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ പെറ്റീഷണർ പറയുന്നത് 3 couples who had created the frozen embryos before the act came into effect. ആക്ട് വരുന്നതിന് മുമ്പ് 3 couples ആണ് ഈ പറഞ്ഞ ഫ്രോസൺ എംബ്രിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇഷ്യൂ വരുന്നത് ഈ ഒരു ഏജ് ലിമിറ്റിന്റെ കാര്യത്തിലാണ്, അത് ഇൻവാലിഡ് ആകുമോ എന്നുള്ളത് വെച്ചിട്ടാണ്. എന്നാൽ ആൾറെഡി ഈ പറഞ്ഞ ആക്ടിന് മുമ്പ് കൊടുത്തവർക്ക് എന്താ, ഈ ഏജ് ലിമിറ്റ് ബാധകമല്ല എന്നാണ് പറയുന്നത്. കീ ഒബ്സർവേഷൻ നോക്കുകയാണെങ്കിൽ നോ റെട്രോസ്പെക്റ്റീവ് ഡിസ്ക്വാളിഫിക്കേഷൻ, അതായത് ഓൾറെഡി കൊടുത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്ക്വാളിഫൈ ചെയ്യില്ല. അതുപോലെ റീപ്രൊഡക്റ്റീവ് ചോയ്സ് പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്, ദി കോർട്ട് ഹെൽഡ് ദാറ്റ് കൺസേൺസ് അബൌട്ട് പേരന്റിങ് എബിലിറ്റീസും അതുപോലെ ഏജ് ബേസ്ഡ് റെസ്ട്രിക്ഷൻസും, ഇതാണ് എന്ത് കോർട്ട് പറയുന്ന കൺസേൺസ്. അതൊരിക്കലും എന്താണ്, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനെ ഒരിക്കലും കർട്ടയിൽ ചെയ്യില്ല. ഇക്വാളിറ്റി ഇൻ കൺസെപ്ഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് നാഗരത്ന നോട്ടഡ് ദാറ്റ് ദ ലോ ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ്, ലോ ഒരിക്കലും എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല ബിറ്റ്വീൻ കപ്പിൾസ് ഹു കൺസീവ് നാച്ചുറലി ആൻഡ് ദോസ് റിക്വയറിംഗ് മെഡിക്കൽ അസിസ്റ്റൻസ്. സ്കോപ്പ് ഓഫ് റൂളിംഗ് നോക്കുകയാണെങ്കിൽ ബെഞ്ച് ക്ലാരിഫൈ ചെയ്തു, നോട്ട് ക്വസ്റ്റ്യനിങ് പാർലമെന്റ്സ് വിസ്റ്റം, പാർലമെന്റിന്റെ വിസ്റ്റം എന്താ, ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നില്ല, ബട്ട് ഫോക്കസ്ഡ് സോളൻലി ഓൺ ദെയർ റെട്രോസ്പെക്റ്റീവ് ആപ്ലിക്കേഷൻ. അതാണ് ഇവിടെ കോർട്ട് പറയുന്നത്. പ്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് ലോ, ഇതിൽ എന്താ പറയുന്നത്, ഒരു ന്യൂ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ ആണ്, പർട്ടിക്കുലർലി എന്താണ് പേഴ്സണൽ റൈറ്റിനെ അഫക്ട് ചെയ്യുന്നത്, അതായത് കനോട്ട് ബി അപ്ലൈഡ് റെട്രോസ്പെക്റ്റീവ്ലി അൺലെസ് എക്സ്പ്ലിറ്റ്ലി സ്റ്റേറ്റഡ്. അഫർമേഷൻ ഓഫ് റീപ്രൊഡക്റ്റീവ് ഓട്ടോണമി നോക്കുകയാണെങ്കിൽ ഇത് ആർട്ടിക്കിൾ 21 സ്ട്രെങ്തൻ ചെയ്യാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, റൈറ്റ് ടു പ്രൈവസി, റീപ്രൊഡക്റ്റീവ് ചോയ്സ്, അതുപോലെ ബോഡിലി ഓട്ടോണമി ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാണ് ഈ ഒരു ഡിസിഷൻ. ലീഗൽ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ എന്താണ്, കപ്പിൾസ് ഹു ക്രിയേറ്റഡ് എംബ്രിയോസ് ബിഫോർ 2022 but had not yet implanted them are still eligible to proceed with the surrogacy. അതായത് ഓൾറെഡി ഈ പറഞ്ഞ എംബ്രിയോസ് നൽകി അവർ പക്ഷെ എന്താണ് ഈ പറഞ്ഞ പ്രൊസീഡിലോട്ടൊന്നും പോയിട്ടില്ല, പക്ഷെ അവർക്കും എന്താണ് ഈ ഏജ് ലിമിറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല.
ജുഡീഷ്യൽ സെൻസിറ്റിവിറ്റി നോക്കുവാണെങ്കിൽ എന്താണ്? ദ ജഡ്ജ്മെന്റ് ബാലൻസ് ലെജിസ്ലേറ്റീവ് ഇന്റന്റ് വിത്ത് ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റി ആൻഡ് ഫെയർനെസ് ഇൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മാറ്റേഴ്സ്. ബ്രോഡർ സിഗ്നിഫിക്കൻസ് നോക്കുവാണെങ്കിൽ എന്താണ്? റീഇൻഫോഴ്സ് ദ ജുഡീഷ്യറി റോൾസ് ഇൻ പ്രൊട്ടക്ടിങ് പേഴ്സണൽ ഫ്രീഡം, അതുപോലെ അപ്ഹോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ റെട്രോസ്പെക്റ്റീവ്ലി എ കീ ടെൻഡ് ആണ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. സ്ട്രെങ്തൻ ചെയ്യുക റീപ്രൊഡക്റ്റീവ് ജസ്റ്റിസ്, അതുപോലെ എന്താണ്? കുഡ് ഗൈഡ് ഫ്യൂച്ചർ ലിറ്റിഗേഷൻ ഓൺ ആർട്ട് എന്ന് പറയുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ആൻഡ് സറോഗസി റെഗുലേഷൻസ് ഇൻ ഇന്ത്യ. ഈ ന്യൂസ് വരുന്നത് GS പേപ്പർ 2-ലും 4-ലും ആണ്. അതായത് ഈ ഭാഗങ്ങളിലാണ്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്ത്യ ടു ലോഞ്ച് റെഡ് ലിസ്റ്റ് സർവേ ടു ആക്സസ് എക്സ്റ്റിങ്ഷൻ റിസ്ക് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഈ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്താണ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തേക്കാണ്. അതായത് ഈ ഒരു പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നാഷണൽ റെഡ് ലിസ്റ്റ് അസസ്മെന്റ് ഓഫ് ഇന്ത്യ ഫ്ലോറ ആൻഡ് ഫോണ. ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. അതായത് 11,000-ഓളം സ്പീഷീസുകൾ എന്താണ് എക്സ്റ്റിങ്ഷൻ റിസ്കിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇത്. 2030-ലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്? അലയൻസ് ഇന്ത്യസ് എഫേർട്ട് വിത്ത് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ സ്റ്റാൻഡേർഡ് സെറ്റ് ബൈ ദ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN ആണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവ് നോക്കുകയാണെങ്കിൽ എന്താണ്? ടു ക്രിയേറ്റ് കോംപ്രഹെൻസീവും സയൻസ് ബേസ്ഡ് നാഷണൽ സിസ്റ്റം ആണ്. ഇവാലുവേറ്റ് ചെയ്യുന്ന എന്താണ്? കൺസർവേഷൻ സ്റ്റേറ്റസ് ആണ് ഇന്ത്യൻ സ്പീഷീസിന്റെ. അതായത് IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന അത് ബേസ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ സ്പീഷീസിന്റെ കൺസർവേഷൻ സ്റ്റേറ്റസ് ആണ് ഇവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്കോപ്പ് നോക്കുകയാണെങ്കിൽ 11,000 സ്പീഷീസ്, അതായത് അക്വാറ്റിക്കും ടെറസ്ട്രിയലും ആയിട്ടുള്ള 11,000 സ്പീഷീസിനെയാണ് ഇത് ഇവിടെ അസസ് ചെയ്യുന്നത്. ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ 2025 മുതൽ 2030 വരെയാണ്. അതായത് ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെയാണ് ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് 95 കോടിയാണ്. കീ ഫീച്ചേഴ്സ് ഓഫ് ദ ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ IUCN അലൈൻഡ് മെത്തഡോളജി നോക്കുകയാണെങ്കിൽ എന്താണ്? റെഡ് ലിസ്റ്റ് ക്രൈറ്റീരിയ അഡോപ്റ്റ് ഗ്ലോബൽ റെഡ് ലിസ്റ്റ് ക്രൈറ്റീരിയ. ആ സ്പീഷീസ് ഒക്കെ എങ്ങനെയാണ്? അതായത് ലീസ്റ്റ് കൺസേൺ ടു എക്സ്റ്റിങ്ക്റ്റ്, ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്താണ് സ്പീഷീസിനെയാണ് ഈ റെഡ് ലിസ്റ്റ് ക്രൈറ്റീരിയ കൊണ്ടുവരുന്നത്. പാരാമീറ്റേഴ്സ് എന്താണ്? അതിന്റെ പോപ്പുലേഷൻ ട്രെൻഡ്സും റേഞ്ചും ത്രെഡ്സും ഒക്കെ നോക്കിയിട്ടാണ്. ഇത് എന്താണ് ഇൻഷുർ ചെയ്യുന്നത്? കമ്പാറ്റബിലിറ്റി വിത്ത് ഗ്ലോബൽ കൺസർവേഷൻ ഡേറ്റ സെറ്റ്സ് വെച്ചിട്ടാണ്. അതുപോലെ നാഷണൽ റെഡ് ഡേറ്റ ബുക്ക് നോക്കുകയാണെങ്കിൽ കോംപ്രഹെൻസീവ് വോളിയൂംസ് ഓൺ ഇന്ത്യൻ ഫ്ലോറ ആൻഡ് ഫോണ ടു ബി പബ്ലിഷ്ഡ് ബൈ 2030. അതുപോലെ വിൽ സെർവ് ആസ് എ പ്രൈമറി റെഫറൻസ് ഫോർ കൺസർവേഷൻ പ്ലാനിങ്, പോളിസി മേക്കിംഗ്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ എന്താണ് ഈ ഒരു ബുക്ക് വെച്ചിട്ടാണ് അസസ് ചെയ്യാനായിട്ട് പോകുന്നത്, പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. കപ്പാസിറ്റി ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ ക്രിയേഷൻ ഓഫ് എ പൂൾ ഓഫ് 300 സർട്ടിഫൈഡ് അക്സസേഴ്സ് trained in red list methodology to strengthen in the domestic scientific expertise. Policy alignment നോക്കുകയാണെങ്കിൽ supports India's commitments under Convention on Biological Diversity, Kunming-Montreal Global Biodiversity Framework ഒക്കെയാണ് എന്ത് വരുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇനിഷ്യേറ്റീവ് നോക്കുകയാണെങ്കിൽ നാഷണൽ ലെവൽ കൺസർവേഷൻ ബെഞ്ച്മാർക്ക്, അതായത് ഇന്ത്യ കറന്റ് എങ്ങനെയാണ് ഈ സ്പേഷ്യസ് മെയിൻറ്റെയിൻസ് അതായത് ഡേറ്റ ചെയ്യുന്നത് ഷെഡ്യൂൾസിലായിട്ടാണ്. അതായത് ഡിഫറെന്റ് ഷെഡ്യൂൾസിലായിട്ടാണ്, അണ്ടർ ഡിഫറെന്റ് ഷെഡ്യൂൾസിലാണ് ഇന്ത്യ സ്പീഷ്യസ് ഡേറ്റ ചെയ്യുന്നത്. ഇതെന്താണ്? ബട്ട് ലാക്സ് യൂണിഫൈഡ് എക്സ്റ്റിൻഷൻ റിസ്ക് അസസ്മെന്റ് സിസ്റ്റം. ഇതെന്താണ്? ദിസ് റെഡ് ലിസ്റ്റ് വിൽ ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ്. ഇംപ്രൂവ്ഡ് കൺസർവേഷൻ പ്ലാനിംഗ് നോക്കുകയാണെങ്കിൽ എന്താണ്? പ്രയോറിറ്റൈസ് ചെയ്യണം, അതായത് സ്പീഷ്യസ് ആൻഡ് എക്കോസിസ്റ്റം അത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള ഡേറ്റ. എൻഹാൻസസ് ഗ്ലോബൽ സ്റ്റാൻഡിംഗ്, അതായത് ഇന്ത്യ ജോയിൻസ് ദ റാങ്ക്സ് ഓഫ് കൺട്രീസ് വിത്ത് നാഷണൽ റെഡ് ലിസ്റ്റ്, അതായത് ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, അതിലെന്താണ് ഇപ്പൊ ഇന്ത്യയും വരുവാണ്. അതായത് റീഎൻഫോഴ്സിംഗ് ഇറ്റ്സ് ലീഡർഷിപ്പ് ഇൻ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്, സയന്റിഫിക് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി, അതുപോലെ എന്താണ് സപ്പോർട്ട്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 14 എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് ബിലോ വാട്ടറും 15 എന്താണ്? ലൈഫ് ഓൺ ലാൻഡ്. ഇതിലേക്കും എന്താണ് ഈ ഒരു അസസ്മെന്റ്, ഈ ഒരു പ്രോജക്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും ഡയറക്ട്ലി. IUCN റെഡ് ലിസ്റ്റിൽ എന്താണ് ഈ ത്രെട്ടൻഡ് ആയിട്ടുള്ള സ്പീഷ്യസിന്, അതായത് വേൾഡ്സ് മോസ്റ്റ് കോംപ്രഹെൻസീവ് ഇൻവെന്ററി ഓഫ് സ്പീഷ്യസ്, ഇതിനെ എന്താണ് പല കാറ്റഗറിയിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതായത് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്, വൾണറബിൾ, നിയർ ത്രെട്ടൻഡ്, ലീസ്റ്റ് കൺസേൺ, ഇങ്ങനെ പല പല കാറ്റഗറിയിലായിട്ടാണ് റെഡ് ലിസ്റ്റിൽ ഡേറ്റ ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ത്യസ് നാഷണൽ എക്സസൈസ് വിൽ എന്ത് കോംപ്ലിമെന്റ് ദ ഗ്ലോബൽ ഡേറ്റാബേസ് ബൈ പ്രൊവൈഡിംഗ് റീജിയൻ സ്പെസിഫിക് ഡേറ്റ ആൻഡ് അഡ്രസ്സിംഗ് ലോക്കൽ ത്രെഡ്സ് സച്ച് ആസ് എന്ത് ഹാബിറ്ററ്റ് ലോസ്, പൊല്യൂഷൻ,
ഇൻവേസീവ് സ്പീഷ്യസ്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ. ബ്രോഡർ ഇംപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താ, പോളിസി ഇന്റഗ്രേഷൻ, പബ്ലിക് അവയർനെസ്, ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. UPSC റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 ലും 2 ലും ആണ് ഈ ഭാഗങ്ങളാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.